ദി കിങ് ഓഫ് ഇലക്ട്രിക്കൽ സ്കൂട്ടർ. ഞാൻ പറയാൻ പോകുന്നത് സിമ്പിൾ എനർജിയുടെ സിമ്പിൾ 1 എന്നൊരു മോഡലിനെ കുറിച്ചാണ്. ഇതാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കിങ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മൈലേജ് ആണ് കേട്ടോ. 240 കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി ഐഡിയസ് റേഞ്ച് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് എത്ര കിട്ടും, അതുപോലെ തന്നെ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം കൂടി അടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണാൻ, ഇത് എടുക്കാൻ പോകുന്നവരും എടുത്തവരും ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ മൈലേജ്. ഐഡിയസ് റേഞ്ച് 240 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് പറഞ്ഞല്ലോ. പക്ഷേ ശരിക്കും ഐഡിയസ് റേഞ്ചിൻ്റെ ഒരു 80% ആണ് നമുക്ക് ആക്ച്വലി കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ 4 മോഡുകളാണുള്ളത്. എക്കോ, റൈഡ്, അതുപോലെ തന്നെ ഡാഷ്, സോണിക്. അങ്ങനെ 4 മോഡുകളിലും 4 സ്പീഡാണ്, 4 മൈലേജാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻ്റായ സോണിക് അത് നമുക്ക് 105 കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി ഓടിക്കുക. പക്ഷേ മൈലേജ് കുറവായിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ഒന്ന് എക്കോ മുതൽ തുടങ്ങാം. എക്കോ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഫസ്റ്റ് ഫുൾ ചാർജ് 100% ചാർജ് ആണെന്നുണ്ടെങ്കിൽ 190 കിലോമീറ്റർ ആണ് കാണിക്കുക. അതുപോലെ തന്നെ പിന്നെ വരുന്ന റൈഡ്, നമ്മളൊരു സിറ്റിയിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന റൈഡ് മോഡായിരിക്കാം. അതിൽ 100% ബാറ്ററിയാണ് നമുക്കിതിൽ കാണുക. അതുപോലെ തന്നെ ഡാഷ് ഉണ്ട്, പിന്നെ സോണിക് ഉണ്ട്. ഇനി ഇതിൽ പറയാനുള്ളത് ഈ സിമ്പിൾ 1ഉം സിമ്പിൾ 1S. അപ്പോൾ ആ ഒരു തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ വേറെ കാണുന്നതിലൊന്നും ഒരു വ്യത്യാസമില്ല. 2 ബാറ്ററി ഉണ്ട് സിമ്പിൾ 1ൽ. 5 കിലോ വാട്ടാണ് ടോട്ടൽ ബാറ്ററി. അത് 2 ബാറ്ററി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇത് സീറ്റിൻ്റെ അടിയിൽ ഒരു പോർട്ടബിൾ ബാറ്ററിയാണ്, ഒന്ന് ഒരു മെയിൻ ബാറ്ററിയാണ്. അപ്പോൾ പോർട്ടബിൾ ബാറ്ററി എന്നുള്ളത് 1.3 കിലോ വാറ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ മെയിൻ ബാറ്ററി കൊടുത്തിട്ടുള്ളത് 3.7 ആണ്. അപ്പോൾ നമുക്ക് പോർട്ടബിൾ ബാറ്ററി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ കഴിയില്ല. അതെന്താ വെച്ചാൽ ഈ വണ്ടിയിൽ നിന്ന് തന്നെ വെച്ചിട്ട് ചാർജ് ചെയ്യണം എന്നുള്ളതാണ്. 2.5 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് 40 സ്പീഡിലേക്ക് എത്തിക്കാൻ പറ്റും. അത്രയ്ക്ക് ടോർക്കാണ്. അതായത് 8 കിലോ വാറ്റിൻ്റെ മോട്ടറാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിൽ നമുക്ക് പുൾ ചെയ്യാൻ കഴിയും. ഞാൻ അത് ഒരുപാട് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അതായത് എക്കോയിൽ, അതുപോലെ റൈഡിൽ, ഡാഷിൽ, സോണിക്കിലൊക്കെ ഒരുപാട് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുക. അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സോണിയിലേക്കാണെന്നുണ്ടെങ്കിൽ വണ്ടിയാണ് ചീറിപ്പോയത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു ഡിസ്ക് ബ്രേക്ക്, ബാക്കിലെ ഡിസ്ക് ബ്രേക്ക് കവറിങ് അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊരു 1.5 ആഴ്ച വണ്ടി ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് പൊടി കയറിയിട്ട് സൗണ്ട് വരുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിപ്പോൾ നല്ല എയർ അടിച്ച് അല്ലെങ്കിൽ ക്ലീൻ ആക്കി റെഡിയാവുന്നത്. പക്ഷേ ആ ഒരു കവറില്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ 2 ഡിസ്ക്കാണ്, ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത്. എല്ലാ ഇലക്ട്രിക്കൽ മോട്ടറിനെ പോലെ തന്നെ ബെൽറ്റ് സിസ്റ്റമാണ്. പിന്നെ ഇതിൽ വരുന്നത് ഇൻബിൾട്ട് സിം ഉണ്ട് കേട്ടോ. നമുക്ക് കിട്ടുമ്പോൾ തന്നെ 1 വർഷത്തെ റീചാർജ് ഒക്കെ ചെയ്ത സിമ്മാണ് ഇതിൽ ഇൻബിൾട്ടായിട്ട് വരുന്നത്. അത് നമുക്ക് GPS മാപ്പ് ഓൾറെഡി സെറ്റിംഗ്, നമുക്ക് മാപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് സിം ഇട്ടിട്ടുള്ളത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ റീചാർജ് ചെയ്യേണ്ടി വരും. അത് ഷോറൂമായി ബന്ധപ്പെട്ട് നമുക്ക് റീചാർജ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ റിവേഴ്സിന് സ്വിച്ച് ഉണ്ട്. ഇതിൽ എന്തൊക്കെ സ്വിച്ചുകൾ വരുന്നത് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് എൻജിൻ സ്വിച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ളത്, നമുക്ക് വണ്ടി ഓട്ടുമ്പോൾ നമുക്ക് മോഡ് മാറ്റാനുള്ള സ്വിച്ച് വയ്യാം കേട്ടോ. ജസ്റ്റ് ആക്സിലേറ്റർ കുറക്കുക. അത് കഴിഞ്ഞ് ഈ ഒരു മോഡ് മാറ്റാനുള്ള സ്വിച്ചുകൾ പ്ലസ് മൈനസ്, അതായത് കൂട്ടാനും കുറക്കാനും, മോഡുകൾ കൂട്ടാനും കുറക്കാനും നിൽക്കുക എന്നുള്ളതാണ്. ആക്സിലേറ്റർ ഒന്ന് കുറച്ചാലേ മോഡുകൾ വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് ടച്ച് വഴിയല്ല പോകുമ്പോൾ ഇത് മാറ്റുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ടച്ച് വർക്ക് ചെയ്യില്ല എന്നുള്ളത് വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നമുക്ക് വരുന്ന റിവേഴ്സ് വരുന്നുണ്ട്, റിവേഴ്സിൻ്റെ സ്വിച്ച്, പിന്നെ ഹോണ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ. പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഓണിങ് ഓഫ് എന്നുള്ളത് ജസ്റ്റ് കീ വെച്ചാണ്. സാധാ നമ്മളെ സ്കൂട്ടറുകളൊക്കെ ഓണാക്കുന്ന പോലെ കീ വെച്ചാണ്. പാസ്വേഡ് കാര്യങ്ങളൊന്നുമല്ല, ടച്ച് വഴിയല്ല ഓണാക്കാനുള്ളത്. ജസ്റ്റ് കീ ഇടുന്ന് അത് ഓൺ ചെയ്യുന്നു. പിന്നെ ജസ്റ്റ് എൻജിൻ്റെ സ്വിച്ച് അമർത്തി നമുക്ക് പോകാമെന്നുള്ളതാണ്. പാസ്വേഡ് വെക്കാനില്ല. മറ്റേന്താ വെച്ചാൽ സ്ക്രീനിൽ നല്ല മഴയുള്ള ടൈമിലൊക്കെ ഓണാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇതിന് ആ വക കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ് കൊണ്ടു നടക്കാൻ. പിന്നെ ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ ഗ്യാരണ്ടി പറയുന്നത് 3 വർഷമാണ്. അത് നമുക്ക് 5 വർഷമായിട്ടും 8 വർഷമായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 8 വർഷമാണ്. 5 വർഷത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ 5 സംതിങ് ആണ് നമുക്ക് ആ ഒരു ഗ്യാരണ്ടിക്ക് വരുന്നത്. അത് 8 വർഷമാക്കുകയാണെന്നുണ്ടെങ്കിൽ 8 സംതിങ് ഉള്ള ഒരു റേഞ്ചിൽ വരും. അപ്പോൾ ആ ഒരു 8 വർഷത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ മോട്ടർ പ്ലസ് ബാറ്ററിയാണ് ഗ്യാരണ്ടി കിട്ടുന്നത്. ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ആവശ്യമുള്ള സാധനമാണ് 8 വർഷം ഗ്യാരണ്ടി കിട്ടുക ആ ഒരു ബാറ്ററിക്ക് എന്നുള്ളത്. കാരണം മെയിൻ സംഭവങ്ങൾ വരുന്നത് ആകെ 2 സാധനങ്ങളാണ്, മോട്ടർ ആയാലും ബാറ്ററി ആയാലും. അത് രണ്ടും 8 വർഷം, അല്ലാന്നുണ്ടെങ്കിൽ 80,000 കിലോമീറ്റർ. 5 വർഷമാണെങ്കിൽ 50,000 കിലോമീറ്റർ, അല്ല 3 വർഷം 30,000 കിലോമീറ്റർ ലെവലാണ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയായാലും കണക്കായതുകൊണ്ട് തന്നെ 8 വർഷം 80,000 കിലോമീറ്റർ. ഏതിൽ ഒന്ന് ആദ്യം ഏതാണ് കവർ ചെയ്യുന്നത് അതോ നമ്മൾ ഗ്യാരണ്ടി പോകുന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് സിമ്പിൾ 1 ഈ ഒരു മോഡലിൻ്റെ എനിക്ക് തോന്നിയ പോസിറ്റീവ് കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയട്ടോ. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് പറയാണ്ട്. ആദ്യം പോസിറ്റീവ് പറയുന്നത് ഇതിൻ്റെ ആ ഒരു പുള്ളിങ് ആണ്. നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ ആ ഒരു സോണിക്കിലൊക്കെ ഇട്ടാണെന്നുണ്ടെങ്കിൽ 2 സെക്കൻഡോട് നമുക്ക് 45 കിലോമീറ്ററൊക്കെ പെട്ടെന്ന് സ്പീഡിൽ എത്തിക്കാൻ. ഹൈ ടോർക്കാണ്. ഈ ഒരു ടോർക്കുള്ള ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഇല്ല. അതായത് ഏറ്റവും ടോർക്കുള്ള ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഈ പറഞ്ഞ സിമ്പിൾ എനർജിയുടെ
സിമ്പിൾ 1 എന്നുള്ളൊരു മോഡലാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ളത് 2 ബാറ്ററി ഉള്ളത്. നമുക്ക് ഏറ്റവും ഉപയോഗമുള്ള സംഭവം തന്നെ 2 ബാറ്ററി. മെയിൻ ബാറ്ററി ഉണ്ട്, ഒരു പോർട്ടബിൾ ബാറ്ററി ഉണ്ട്. ഈ പോർട്ടബിൾ ബാറ്ററി ഇപ്പോൾ വേറെ നമ്മൾ ചാർജ് കഴിഞ്ഞാൽ വേറൊരു സിമ്പിൾ 1ൻ്റെ ബാറ്ററി എടുത്ത് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ദൂരം പോകും. ഈ മെയിൻ ബാറ്ററി 10% ആയാൽ മാത്രമാണ് പോർട്ടബിൾ ബാറ്ററിയിൽ ചാർജ് എടുക്കുള്ളൂ. അതുവരെ പോർട്ടബിൾ ബാറ്ററി 100% ആയിരിക്കും. വീണ്ടും നമുക്ക് എക്കോ മോഡിലേക്ക് ഓടിക്കാൻ കഴിയും. പിന്നെ അടുത്തായിട്ട് പറയുന്നത് ഇതിൻ്റെ ഒരു ലുക്കാണ്. നല്ല ഒരു കാണാൻ ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു ബാക്ക് ആയാലും ഫ്രണ്ട് ആയാലും നല്ല ഒരു പെട്രോൾ സ്കൂട്ടർ ഉണ്ടല്ലോ ആ ഒരു ലുക്കിലേക്ക് ഇലക്ട്രിക്കൽ നല്ല എന്നുള്ളത് തോന്നിപ്പോകും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു എല്ലാ സൈഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലൊരു ലുക്കായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു പോസിറ്റീവ് പറയാനുള്ളത് 8 ഇയർ വാറൻറ്റി കൊടുക്കുന്നുള്ളതാണ്. ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ 8 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. മോട്ടറിനും ബാറ്ററിക്കും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളതാണ്, എടുത്ത് പറയാനുള്ള അഡ്വാൻറ്റേജ് ആണ് ആ ഒരു 8 വർഷത്തെ ബാറ്ററി. പിന്നീട് പറയാനുള്ളത് കുറച്ച് ഹൈറ്റ് കൂടിയാണ്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടിയിട്ടും ഇതിൻ്റെ സസ്പെൻഷൻ എടുത്ത് പറയാം. നമ്മൾ ഫ്രണ്ട് ആയാലേ ബാക്ക് ആയിക്കോട്ടെ, ബാക്കൊക്കെ നല്ല ഒരു സസ്പെൻഷൻ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു കുണ്ടും കുഴിയൊക്കെ കാണുന്നുണ്ടെങ്കിലും നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യാതെ ഓടിക്കാൻ സുഖമാണ്. അടുത്ത ഇനി പറയാനുള്ളതിൻ്റെ കുറച്ച് നെഗറ്റീവ് വശങ്ങളാണ്. ഏതൊരു വണ്ടിക്കും പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ഇതിൻ്റെ മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് കൺട്രോളിംഗ് ആണ്. ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൺട്രോളിംഗ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് മാനുവലി സ്പീഡ് കൺട്രോൾ ചെയ്യാം. പക്ഷെ അതെങ്ങനെ വെച്ചാൽ ചാർജ് ഉള്ള ടൈമിൽ ഇതിൻ്റെ ഒരു മെയിൻ ബാറ്ററി അല്ല, നമ്മൾ ടോട്ടൽ ബാറ്ററിൻ്റെ ചാർജാണ് പേഴ്സൻറ്റേജ് അതിൽ ഡിസ്പ്ലേ കാണിക്കും നമ്മൾ ഓടിക്കുമ്പോൾ. അപ്പോൾ അത് ഒരു 55 ലെവലിൽ എത്തുമ്പോൾ തന്നെ ഏറ്റവും ഹൈ സ്പീഡായ സോണിക്ക് ഓട്ടോമാറ്റിക് കട്ടാവും. പിന്നെ നമുക്ക് സോണിലേക്ക് മാറാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 45 ഓട്ടോമാറ്റിക്കായി ഡാഷ് മോഡ് കട്ടാവും. അതും നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു 40 ആകുമ്പോൾ ഈ റൈഡ് മോഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ടോർക്ക് ഇങ്ങനെ ക്രമേണ കുറഞ്ഞു വരും. നമുക്കൊരു ഓവർടേക്ക് ചെയ്യുമ്പോഴൊന്നും ഒരു പുള്ളിങ് കിട്ടാത്ത പോലെ തോന്നും. ആ ഒരു 35-30 എത്തുമ്പോൾ അതിന് ആ പറഞ്ഞ റൈഡ് മോഡും പൂർണ്ണമായിട്ട് കട്ടായി. പിന്നെ നമുക്ക് എക്കോ മോഡിലാണ് വർക്ക് ചെയ്യാൻ കഴിയുക. എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മൾ വീട്ടിലേക്ക് എത്താൻ. നമുക്ക് സ്പീഡ് പോകണമെന്നുണ്ടെങ്കിലും ഈ ഒരു 30% ചാർജ് ഒന്നുമില്ലെങ്കിൽ അതിന് സമ്മതിക്കില്ല സ്കൂട്ടർ. അതുപോലെ തന്നെ ഒരു കുറച്ച് ഹെവി വെഹിക്കിൾ ഉണ്ട്, നമുക്ക് ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കഴിയില്ല. നമുക്ക് എന്താ വെച്ചാൽ എക്കോ മോഡിലായതുകൊണ്ട് മാക്സിമം സ്പീഡ് ഈ പറഞ്ഞ 50-55 കിട്ടുള്ളൂ. അത് ഈ ഒരു ചാർജ് കഴിയാനായതുകൊണ്ട് തന്നെ ആ ഒരു ടോർക്ക് വരുന്നത് അതിനും ഓവർടേക്ക് ചെയ്യാൻ കഴിയാത്ത ആ ഒരു വിഷയം നല്ല നമുക്ക് ബാധിക്കും. നേരെ മറിച്ച് ഒരു 20% ആകുമ്പോൾ മൊത്തം കട്ടാവുന്ന ലെവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉപയോഗം ഉണ്ടായിരുന്നു. നമ്മൾ മറ്റ് ഇലക്ട്രിക്കൽ സ്കൂട്ടറൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിലും ഓലൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ 20% ആകുമ്പോൾ തന്നെ മറ്റുള്ള കട്ടാവുള്ളൂ. അതുവരെ എല്ലാ മോഡും ഉപയോഗിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് മാറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഏതൊരു ഇലക്ട്രിക്കൽ വണ്ടി ആയാലും ചാർജിങ് വളരെ എളുപ്പമാണെങ്കിൽ നമുക്ക് സിമ്പിളാണ് ചാർജ് ചെയ്യാൻ. ഇതെന്താ വെച്ചാൽ ഫാസ്റ്റ് ചാർജ് ഇതുവരെ വന്നിട്ടില്ല. ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ് കമ്പനി പറയുന്നുണ്ടെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 0-ന്ന് 100% അവന് 6-7 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് രാത്രി കുത്തിവെക്കുക, പകൽ ഓടുന്ന ലെവലിൽ. ഇനിയിപ്പോൾ പകൽ നമുക്ക് ഫുള്ള് ബാറ്ററി കിട്ടിയാലും ഒരു 5-6 മണിക്കൂർ കുത്തിവെക്കുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഫാസ്റ്റ് ചാർജ് എത്രയും പെട്ടെന്ന് വരേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ആവശ്യക്കാർ വളരെ കുറഞ്ഞു വരും. കാരണം മറ്റെല്ലാ സ്കൂട്ടറിലും ഫാസ്റ്റ് ചാർജ് ഉണ്ട്. അത് മാത്രമല്ല പുറത്ത് കുത്തിയൊക്കെയാണെങ്കിൽ KCBയുടെ ആ ഒരു പ്ലഗിൽ മാത്രമേ നമുക്കിത് ചാർജ് ചെയ്യാനും കഴിയുള്ളൂ. പിന്നെ അടുത്തായിട്ട് പറയുന്നത് ഇതിൻ്റെ ഒരു മിറർ, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡ് എന്നുള്ളതൊക്കെയാണ്. മിറർ ഒരു ചെറിയ മിററാണ്, നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഒരു വലിയ മിററൊക്കെ കണ്ട് ശീലമുള്ളവർക്ക് പെട്ടെന്ന് ഇതിലേക്ക് മാറുമ്പോൾ ചെറിയ മിറർ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡ് എന്നുള്ള പറയുന്നത് ഒരു ജസ്റ്റ് ഒരു കൂർത്തുള്ള ഒരു സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിലൊക്കെ ആകുമ്പോൾ ചെരിഞ്ഞ് വീഴാനൊരു സാധ്യത ഉണ്ട്. ജസ്റ്റ് അടിയിൽ എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളഞ്ഞിട്ട് പോകുന്ന എന്തെങ്കിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാൻഡ് ഒരു കൂർത്തുള്ള ഇതായതുകൊണ്ട് തന്നെ നല്ലൊരു മണ്ണിലാണെന്നുണ്ടെങ്കിൽ ചളിയിലാണെന്നുണ്ടെങ്കിലും ഒന്ന് ചെരിഞ്ഞു നിൽക്കും. അപ്പോൾ ഒരു വണ്ടി മറിഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാൻ വെയിറ്റ് ഒക്കെ കൊടുക്കാൻ ഒരു ഒരു ചെറിയ ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. വേറെ നല്ലൊരു ഹുക്ക് കൊടുത്തിട്ടില്ല. അത് എത്രത്തോളം വെയിറ്റ് താങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ ഹുക്കാണ്. അത് എടുക്കാനെന്നുള്ള സാധനം വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും അടിപൊളിയാണ്. ഇതിൻ്റെ ബാക്കിലത്തെ ലൈറ്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ ആ ഒരു കാണാനുള്ള ഭംഗി, ആ ലുക്ക്, കാര്യങ്ങൾ എല്ലാം കൊണ്ടും നല്ല ഒരു വണ്ടി തന്നെയാണ്. ഇത്രയും നെഗറ്റീവാണുള്ളത്, അതുപോലെ തന്നെ പോസിറ്റീവും ഉണ്ട്. അപ്പോൾ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നും നോക്കണ്ട, നല്ലൊരു റേഞ്ചിൽ നിങ്ങൾക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ എടുക്കുക. റേറ്റ് ചെയ്ത് EMI വെച്ചാൽ എടുത്ത് 2 ലക്ഷത്തിന് അടുത്താവും. ഒരു EMI ഫുള്ളാകുമ്പോൾ അതല്ല ഓൺ റോഡ് പ്രൈസ് ഉള്ളത് 1.76 ആണ്. നിങ്ങൾ അടുത്തുള്ള ഷോറൂമുകൾ അന്വേഷിക്കുക. അപ്പോൾ ഷോറൂമുകളൊക്കെ എല്ലായിടത്തും ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് നമ്മൾ MBH ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് ഓലൻ്റെ ഷോറൂമിൻ്റെ ആ ഒരു ബിൽഡിംഗ് തന്നെയാണ് ഈ ഒരു സിമ്പിൾ എനർജിയുടെ ഷോറൂമും വരുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയാണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റായി ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ റീപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു അടുത്ത വീഡിയോ വരാം. അതുവരെ ബൈ.